ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകുന്നേര കടീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്താണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, അരിപ്പൊടി വെച്ചാണ്ട് തുടങ്ങുകയാണ്. അങ്ങനെ അതാ ഒരു പ്ലേറ്റ് എടുത്ത് അരിപ്പൊടി ഇട്ട് ഉപ്പിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് കിട്ടോ എന്താ ഇപ്പം ഉണ്ടാക്കുക. ഇങ്ങനെ ആലോചിച്ച് ലാസ്റ്റ് വിചാരിച്ച് പൊരിച്ച പത്തിരി ഉണ്ടാക്കാം, നെയ്പ്പത്തിരി പറഞ്ഞ പത്തിരി അത് ഉണ്ടാക്കാൻ വിചാരിച്ച്. പിന്നെ വേണ്ട വെച്ച് വേറെ എന്തൊക്കെയൊക്കെ ചിന്തിച്ച് ഇങ്ങനെ മല താണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ആലോചിച്ചിട്ടുണ്ടോന്ന് കാര്യം എന്തുമേലൊക്കെയാണ് പിടിച്ചാൽ മാവ് ആദ്യമായിട്ട് കുഴക്കാൻ വിചാരിച്ച്. അങ്ങനെ അരിപ്പൊടിക്ക് ഉപ്പിട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ നല്ല ചൂട് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്ടണം എന്നുണ്ടെങ്കിൽ വാട്ടിക്കോളി. എനിക്കിപ്പോൾ വാട്ടാനുള്ള മടി, ഇനിയിപ്പോൾ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിച്ച് എരപ്പായി പിന്നെ ഇനിയിപ്പോൾ അത് കേക്ക് എത്ര പണിയാണ്. അപ്പോൾ അതിനെക്കാട്ടിൽ നമുക്ക് എളുപ്പം പണിയെടുക്കണമല്ലേ. അങ്ങനെ പ്ലേറ്റിൽ കണ്ട് അരിപ്പൊടി ഇട്ടെടുത്ത് എന്നിട്ട് പിന്നെ അതിക്ക് ചുടുവെള്ളം ഇങ്ങനെ പാർന്നെടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ കൂടെ തന്നെ നമുക്ക് എള്ളോ അല്ലെങ്കിൽ കരിഞ്ജീരകം ഇട്ടെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജീരകം ഇട്ട് കൊടുത്തോളി. ജീരകത്തിൻ്റെ ഇഷ്ടമെങ്കിൽ പിന്നെ എള്ളാണ് പിന്നെ കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. അതാകുമ്പോൾ പ്രത്യേകിച്ചൊരു ചുവയ്ക്ക് വ്യത്യാസം ഉണ്ടാവില്ല. കരിഞ്ജീരകം ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ്, നമ്മളെ ശരീരത്തിനായാലും നല്ലതാണ്. എന്താ വെച്ചാൽ ഇട്ട് കൊടുത്തോളി. എനിക്കിപ്പോൾ കരിഞ്ജീരകമുള്ളൂ എൻ്റെ കഴിക്കുക, അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് കൊടുത്ത്. പിന്നെ ജീരകം അത് ടേസ്റ്റ് വ്യത്യാസമാക്കൂലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ ഉണ്ട് കേട്ടോ അടുക്കളയിൽ. അങ്ങനെ അമ്മ ഇങ്ങനെ എന്താ ഉണ്ടാക്കണമെന്നുള്ളത് ഇങ്ങനെ ചോദിച്ചാണ്. അപ്പോൾ പറഞ്ഞ് ഞാൻ ഒന്ന് തീരുമാനിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കണ്. അങ്ങനെ ഇതാ മിക്സ് ചെയ്ത് അങ്ങനെ കുറച്ചും കൂടി വെള്ളമുണ്ട്, മാവിൽ കുറച്ച് വെള്ളം കുറവുള്ള മാതിരി തോന്നിയപ്പോൾ ഞാൻ വെള്ളമുണ്ട് ഒഴിച്ചതും എൻ്റെ കൈയാണ്ട് ഇതായി വെള്ളമുണ്ട് ഏറിയാണ് തന്നിക്കണ്. അതുകൊണ്ടിപ്പോൾ എന്തായി, രണ്ടാം മണി എടുക്കേണ്ടിയെന്ന് കുറച്ചും കൂടി പൊടി എടുത്ത് കണ്ട് ഇടേണ്ടിയെന്ന്. ഇതന്നെ ഇപ്പോൾ അമ്മ കാണാതെ എങ്ങനെയൊക്കെ കൊടുന്നതാണ്. അപ്പോൾ ഉമ്മ ചോദിച്ചിട്ടുണ്ട് എന്താ ഉണ്ടാക്കണ്. പിന്നെ ഞാൻ തീരുമാനിച്ചിട്ടേ പറഞ്ഞു. അങ്ങനെ പൊടി എടുത്തിടാൻ വേണ്ടിയിട്ട് ഉമ്മ കാണാതെ പോയി കുറച്ച് പൊടിയും കൂടി കൊടുന്നിട്ട് എടുത്തേക്കണ് ഇടയിൽ കേട്ടോ. ഇനി എന്തായാലും ഒന്ന് കുഴച്ച് നോക്കിയിട്ട് ഒന്ന് പൊടിക്ക് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ വിചാരിച്ച് ഞാൻ ഒന്ന് കുഴക്കാൻ നിന്ന്. അപ്പോൾ തൊട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കണത് വെള്ളം എറിയിക്കണത് എന്നുള്ളത്, കഴിക്കുന്നത് വയ്ക്കണമെന്നുള്ളത്. അങ്ങനെ ഞാൻ എന്തായാലും കുഴക്കാൻ വിചാരിച്ചാണ് കുഴച്ച് നോക്കി. അപ്പം തന്നെ പിടുത്തം കിട്ടിക്കണം. അങ്ങനെ പിന്നെ ഒരു കയ്യിൽ അരിപ്പൊടി വീണ്ടും കൊടുന്നിട്ട് കൊടുത്തേക്കണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കുറച്ച് മുളകുപൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ മുളകുപൊടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് എരിവും ഉണ്ടാവും, എന്നാലോ കുറച്ചൊരു ചുവപ്പ് കളറും ഉണ്ടാവും. അങ്ങനെ ഇതേപോലെ അപ്പം ഞാൻ പൊടിയിട്ട് കളിച്ചേ വിചാരിച്ചു. എന്തോ ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്യാനൊക്കെ അപ്പോൾ തോന്നിയിട്ടുള്ളൂ. അങ്ങനെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കുഴച്ചാണ്ട് എടുക്കുകയാണ്. എനിക്ക് ഈ അരിപ്പൊടി കുഴക്കാൻ കുറച്ച് പണിയാട്ടോ, അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യും, അതേമാതിരി ലൈക്കും ചെയ്യട്ടെ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ ഇതിലിപ്പോൾ എന്താ ഉണ്ടായിന്നറിയോ, നമ്മൾ പൊടി വാട്ടിയ മാതിരത്തെ കോലത്തിൽ വന്നിട്ടില്ല. നമ്മൾ പൊടിയിൽ പച്ചവെള്ളം ഒഴിച്ചായി ഇടുപ്പത് നമ്മൾ ഇടയ്ക്ക് പൊടി ഇട്ട് കൊടുത്തില്ല, എന്നാലും വേണ്ടിയില്ല നമ്മൾ തളരൂല. ഉണ്ടാക്കിയാണ് നോക്കേണ്ട തീറ്റ്. അങ്ങനെ ബോൾസാക്കി ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഉമ്മ എടുത്തേക്ക് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞൊരു ഐഡിയ അറിഞ്ഞാണ്ട് പറഞ്ഞെന്ന്. അപ്പോൾ ഉമ്മ വന്നുകൊണ്ട് നമുക്ക് ഐഡിയയും കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് 6 നമ്പർ പോലെ ആക്കിയെടുക്കാൻ വിചാരിച്ചേന്ന്. അപ്പം ഉമ്മ ഐഡിയ മാറ്റി തന്നിക്കണ്. അപ്പോൾ അതേമാതിരി നീളങ്ങത്തിലാക്കിക്കാണ്ട് ഇതേമാതിരി ആക്കാനാണ് ഉമ്മ പറഞ്ഞ്. അപ്പോൾ അതേമാതിരി ചെയ്തോക്കാം. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. നമ്മളാ ത്രികോണം തന്നെ 6 നമ്പർ രൂപത്തിൽ ഞങ്ങളാ ത്രികോണം മാതിരിയുള്ളതിന് 6 നമ്പർ എന്ന് പറയില്ല കേട്ടോ. ഇനി അത് അറിയാത്തവരുണ്ടെങ്കിൽ സോറി കേട്ടോ, പറയാതെ മറന്നുപോയി. അങ്ങനെ ത്രികോണം മാതിരി ആക്കാൻ വിചാരിച്ചായിരുന്നു. പിന്നെ ഉണ്ടാച്ച് ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്. ഇത് കുറച്ച് നേരം എടുക്കും. എന്തായാലും ഇതേമാതിരി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊടുക്കുക. അപ്പം ഉമ്മയും കൂടി തന്നിട്ടുണ്ട്. ഒപ്പം ഉമ്മയും ഞാനും കൂടി ചെയ്യാണ്.
നമുക്കിത് ലാസ്റ്റ് എന്താവും എന്നാവല്ലേ. എണ്ണയിൽ കണ്ടിട്ട് കൊടുത്താൽ ഇനിയിപ്പോൾ ഞാൻ പൊടി വാട്ടിയ മാതിരി ആയിട്ടില്ലേനും. എന്നാൽ പൊടിയിൽ വെള്ളം ഒഴിച്ച അരി വയ്ക്കണേനും. നോക്കുക എന്താവുക എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ ആക്കി എടുക്കണം ഫുള്ള്. അപ്പോൾ ഇതേ കുറേ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അതും കൂടി ആക്കി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിലിട്ടാണ് പൊരിച്ചേട്ടാ. സംഭവം കുറച്ച് എളുപ്പമാണ്, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ ഇന്ന് മെനക്കെട്ടാക്കേണ്ടി വരും. എനിക്കിതിപ്പോൾ അമ്മയും ഞാനും കൂടി ചെയ്തിട്ട് കുറച്ച് നേരം എടുത്തിട്ടുള്ളൂ. അങ്ങനെതാ പിന്നെ ഞാൻ എണ്ണ ചൂടാക്കി അയക്കാണ്ട് ഇട്ടുകൊടുത്ത്. അപ്പോൾ ഞാൻ സൈഡിൽ ഈ മൂപ്പാവാതെ ആദ്യം എടുത്തത് എന്ത് ചെയ്ത് ഇവിടെ ചിക്കൻ കറി ഇരിക്കണ്ടേന്ന്. അപ്പോൾ നമ്മൾ നെയ്പ്പത്തിലൊക്കെ തിന്നണ മാതിരി ആണ് തിന്ന്. അപ്പോൾ അത് മൂത്ത് വന്ന് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മളൊരു വൈകുന്നേരക്കടി ഉണ്ടാക്കിയിട്ടുണ്ട്. പേരെന്താ? റിങ് എന്ന് പറയാം, എന്താണെന്നൊന്നും അറിയില്ല, നിങ്ങൾ പേരിട്ടോളി. അതിനത് ആ കറുമുറായിട്ടുള്ള റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി, ലൈക്ക് ചെയ്തോളി, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തോളി. ബൈ ബൈ, സീ യു.